നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ നിലപാട് കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന വിവരം, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, കൌൺസിലർ PK ഷാജൻ എന്നിവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം ED കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടെ ഹാജരാകാനാണ് ഇരുവർക്കും നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വർഗീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ED നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കാരണം വർഗീസിന് അത്തരത്തിൽ ഔദ്യോഗിക ചുമതലയൊന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടില്ല, നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യം, വർഗീസിന്റെ ആവശ്യം ED തള്ളിയിരുന്നു. ഇന്നലെ CPM സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ മണിക്കൂറുകളോളമാണ് ED ചോദ്യം ചെയ്തത്. CPMന് കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ട് ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഈ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും വർഗീസിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടുന്നത്. ബാങ്കിൽ നടന്ന ബനാമി വായ്പകളുടെ കമ്മീഷൻ ഈ അക്കൗണ്ട് വഴി കൈകാര്യം ചെയ്തെന്നും ED വിശദീകരിക്കുന്നുണ്ട്. കരുവന്നൂർ ക്രമക്കേടിൽ CPM നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ അംഗമായിരുന്നു ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം കിട്ടിയ കൌൺസിലർ PK ഷാജൻ. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചിലരെയൊക്കെ ചോദ്യം ചെയ്യുന്നത്, അത് അവരെ കർശനമായി ചോദ്യം ചെയ്ത് ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ബിജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പേടിയില്ലെന്ന സന്ദേശം നൽകാനാണ് മുൻ MP ആയ ബിജുവിന്റെ ശ്രമമെന്നാണ് സൂചന. ഏറെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ബിജുവിനെ EDക്ക് മുമ്പിൽ ഹാജരാക്കാൻ CPM തീരുമാനിച്ചത്. രാവിലെ മാത്രമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് PK ബിജു. അദ്ദേഹം മുൻ MPയുമാണ്. ED ചോദ്യം ചെയ്യട്ടെ എന്നും ചോദ്യങ്ങൾക്ക് അറിയാവുന്ന മറുപടി നൽകുമെന്നും ബിജു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കരുവന്നൂർ തട്ടിപ്പിൽ CPM നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ചുമതല PK ബിജുവിനായിരുന്നു. കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായും ബിജുവിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് ED വ്യക്തമാക്കിയിട്ടുള്ളത്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് EDക്ക് കിട്ടണമെന്ന ഒരു നിലപാട് കൂടി ED സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടിയായിരുന്നു ബിജുവിനെ പ്രധാനമായും ചോദ്യം ചെയ്തത്. അറസ്റ്റ് ഉണ്ടാകില്ല എന്നായിരുന്നു തുടക്കത്തിലെ വിലയിരുത്തൽ. അതനുസരിച്ച് തന്നെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിനു ശേഷം പറഞ്ഞയച്ചു. മാത്രമല്ല ED ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും താൻ മറുപടി നൽകിയെന്ന് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. EDയുടെ ചോദ്യം ചെയ്യലിന് 26-ന് ശേഷം ഹാജരാകാമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നതിനാൽ ഇന്നലെ ഹാജരാകാനാകില്ല എന്നായിരുന്നു ED അറിയിച്ചത്. MM വർഗീസിന്റെ കാര്യത്തിലുള്ള തുടർ നടപടി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് ED വ്യക്തമാക്കി. എന്തായാലും ED നിലപാട് കടുപ്പിക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. ബിജുവും ചോദ്യം ചെയ്യലിന് എത്തില്ല എന്നായിരുന്നു EDയുടെ വിലയിരുത്തൽ. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദ്യം ചെയ്യലിന് എത്തി. എന്തായാലും ചോദ്യം ചെയ്യലിന് എത്തില്ല എന്ന EDയുടെ നിഗമനങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു CPMന്റെ ചുവട് വയ്പ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ചുള്ള CPM അന്വേഷണ റിപ്പോർട്ടിൽ പരിശോധനകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് EDക്ക് CPM നൽകേണ്ടി വരുമെന്നാണ് സൂചന. ജില്ലാ സെക്രട്ടറി MM വർഗീസ് നൽകിയ മൊഴിയിൽ പാർട്ടി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ തുടർന്നാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ PK ബിജുവിനും PK ഷാജനും ED നോട്ടീസ് അയച്ചത്. അന്വേഷണ റിപ്പോർട്ടിൽ പ്രമുഖ നേതാക്കളുടെ പേരില്ല. AC മൊയ്തീൻ അടക്കമുള്ളവരുടെ പങ്ക് അന്വേഷിച്ചിട്ടുമില്ല. ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് ഇതിനുവേണ്ടിയാണ്. ഒപ്പം മറ്റ് ആരോപണങ്ങളും ചോദിക്കും. CPM അന്വേഷണത്തിൽ തെളിഞ്ഞത് കണ്ടെത്താനാണ് ശ്രമം. ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണ് ബാങ്ക് ഡയറക്ടർമാരായ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത്. ഇതെല്ലാം EDക്ക് മുന്നിൽ ബിജുവിന് വിശദീകരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.